കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും MLA-യുമായ മുകേഷ്. ക്ഷീണമൊന്നുമില്ലല്ലോ? പറയാനോ കേട്ടോ. 1 2 3 4 താനും ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു. മധവ സൂക്ഷിച്ചോണ്ടേ, അവള് പതുങ്ങിയിരുന്ന് തലക്കടിക്കും. ചത്ത നീ അവളുടെ നട്ടലിനിട്ടാ ചവിട്ടിയത്. ഏയ് പഴുതാരയുടെ ജാതിയാ, അങ്ങനെയൊന്നും വേഗം ചാവൂല. അതെല്ലാം ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നോ? ഇതെന്ത് പാട്? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല, നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ല. പിന്നെന്താ അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ തോന്നുന്നത്? ഞാൻ പക്ഷെ ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പൊ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. 2018 വന്നൊരു സാധനമാണ് ഗൈസ്. ഈ ഒരു പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തതാണ്. തന്റെ ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ പ്രമുഖ താരം ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു വിചാരിച്ച് പറഞ്ഞിട്ട്. നീ എന്താ പറഞ്ഞ? സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം. അബ്യൂസീവ് ആണ്, ഭയങ്കര അബ്യൂസീവ്, ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്. പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ ഇറ്റ്സെൽഫ്. ഈസ് എ വെരി വയലന്റ് പേഴ്സൺ. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും, കുറേ വെള്ളം അടിക്കും. ഇതൊക്കെ എന്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എന്റെ പിള്ളേരെ. ഞാൻ ഒരിക്കലും വിചാരിച്ചു നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതേ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തേക്കുന്ന 2018 പോസ്റ്റ് ചെയ്തൊരു സാധനമാണിത്. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല, കണ്ടോ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തി കേട്ടി തന്നെ വായിക്കാത്ത സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രി.